ഇനി ലക്ഷ്മി പ്രിയ എവിടെയോ ബ്ലോക്കിൽ പെട്ടുവെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിനി ഇന്നത്തെ ഒരു പ്രത്യേക ഒരു പ്രധാന അതിഥിയായിട്ടുള്ളത് ലക്ഷ്മി പ്രിയ 2005 നരൻ എന്ന ഹിറ്റ് സിനിമയിലൂടെ സിനിമാ ജീവിതം തുടങ്ങിയ ഒരു ആക്ട്രസ്സാണ്. 245-ലധികം സിനിമകളിൽ അഭിനയിച്ചു. ആ സിനിമയുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ പ്രചരണ വേദികളിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലക്ഷ്മി പ്രിയ മത്സരിക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോ പെരുമ്പാവൂരിന്റെ ഏറ്റവും ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കൊണ്ടുവരാനും അവിടെ വിജയിക്കാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലക്ഷ്മി പ്രിയ. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ ഇനി എന്താ പറയാനുള്ള വെച്ചാൽ പറയാം. ഒരുപാട് സന്തോഷം. 2020 കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തൃക്കാക്കരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 2020 അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇങ്ങനൊരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ ഒരുപാടൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പൊതുപ്രവർത്തന രംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഇപ്പൊ 2020 സംബന്ധിച്ച് വലിയൊരു പാത 2020 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ച, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മോദിജി എന്താണോ ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതമൊട്ടാകെ ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പം 2020 NDAയുടെ ഭാഗമായി അപ്പോ വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും 2020യുടെ ഒരു വലിയ പങ്കാളിത്തം ഭാരതമെമ്പാടും കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതില് ഞാനും ഒരു ഭാഗമാകുമ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ശരിക്കും കായംകുളമാണ്, ആലപ്പുഴയാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇനി പെരുമ്പാവൂരിലേക്ക്. പക്ഷെ ഒരു 20 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ. വീടൊന്നും മാറേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ മാറേണ്ടി വരുള്ളൂ. ജയിച്ചു അല്ല, ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പക്ഷേ ഒരു 10 വർഷമായിട്ട് BJPയുടെ പ്രചരണ വേദികളിലെല്ലാം സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? റൈറ്റ്. BJP അല്ലല്ലോ, BJPയുടെ വേദികളിലാണ്. BJPയുടെ വേദികളിലാണ്. BJP മെമ്പർഷിപ്പ്, ഒരു പാർട്ടി മെമ്പർഷിപ്പും ഇല്ല. സ്വാഗതം. താങ്ക് യു.